ശരിക്കും അന്ന് ലെറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. ഈ ലെറ്റേഴ്സിൽ കൂടിയാണ് നമ്മളെല്ലാം അറിയുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സിനൊക്കെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന ലെറ്ററിൽ ഒരു രസകരമായിട്ടുള്ള ഒരു ലെറ്റർ ഏതായിരുന്നു? എനിക്ക് ഒരാൾ ബ്ലഡിൽ ലെറ്റർ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി എനിക്ക് ഇഷ്ടമാണ്, ടെസാനെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോടൊന്ന് പറഞ്ഞു, ബാബു ആൻ്റണിയെ കാണണോ, നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കാണാം എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ ബാബു ആൻ്റണി എന്നൊക്കെ ഇന്നത്തെ പോലെ സ്റ്റാർസ് അധികം ഇല്ല. ഞാൻ ഒരുപാട് പൗഡർ എല്ലാം വാരി തേച്ച് കണ്ണൊക്കെ എഴുതി. ഭയങ്കര ഹൈറ്റാണ്, ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഞാനൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട്. വന്ന കോളുകളിൽ എന്തെങ്കിലും രസകരമായിട്ട് കോളുകളുണ്ടോ? ഇല്ല, നമ്മളെ പറ്റി ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അവിടുന്ന് അവർ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ആക്ഷൻ കാണിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള ഫോൺ കോൾസും ഉണ്ട്. അന്ന് വരുമ്പോഴും ഈ മമ്മൂക്ക ഭയങ്കര കാഷ്വലായിട്ടും ഫ്രീ ആയിട്ടുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ പോകുമ്പോഴും എനിക്ക് മമ്മൂക്കയെ കാണുമ്പോൾ ഒരു ഇത്രയും സൂപ്പർ സ്റ്റാർ, ഇത്രയും സീനിയർ, അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു. ഡെഫിനറ്റ്ലി ആ ഒരു ബഹുമാനം എപ്പോഴും ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് എന്നെ കാണുന്നേ ഇല്ല. 1-2 സ്ഥലത്ത് മാത്രം അപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. ഞാൻ തിയേറ്ററിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞ് ഞാനങ്ങ് ഉരുകുകയായിരുന്നു. ഞാൻ ഓർത്ത് ദൈവമേ, ഒരു റീ എൻട്രി പ്രതീക്ഷിച്ചിട്ട് ഞാൻ തിയേറ്ററിൽ കയറാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഒരാൾ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഒരു തവണ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു റീ എൻട്രി എപ്പോഴും ഒരു ആക്ടറിന് ഭയങ്കര, കാരണം ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കുറേ നാൾ ഗ്യാപ്പ് എടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെ മറക്കും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി കുറേ നാളായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ അതിഥിനെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് നമ്മുടെ യുവാക്കളെയും യുവതികളെയും എല്ലാം പിടിച്ചിരുത്തിയ ഒരു ഉഗ്രൻ ചാനൽ പ്രോഗ്രാമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹലോ ഗുഡ് ഈവനിങ്. അതിലൂടെ നമ്മളെല്ലാവരും പിടിച്ചിരുത്തിയ ഒരു ആങ്കറാണ്, നടിയാണ്. ഫസ്റ്റ് എൻട്രി തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കൂടെ തന്നെ ഒരു ഉഗ്രൻ എൻട്രി നടത്തി. പിന്നെ ഒരു ഗ്യാപ്പൊക്കെ എടുത്തെങ്കിലും ഇപ്പോൾ നമ്മളെല്ലാവരും സമാധാനിപ്പിക്കാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. സാഹസത്തിലെത്തിയിരിക്കുന്നു. വെൽക്കം ടു ഷോ മാം. അപ്പോൾ നമ്മുടെ സ്വന്തം ടെസ ജോസഫ് ആണ്. നമസ്കാരം. പേര് പ്രത്യേകം പറഞ്ഞിട്ട് ആവശ്യമില്ല, ഇത്രയും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ സാഹസത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ആദ്യം നമുക്ക് സാഹസത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഓക്കെ, ഈ സാഹസം എന്ന് പറഞ്ഞ മൂവി ഒരു അഡ്വെഞ്ചറസ് റൊമാൻറ്റിക് ത്രില്ലറാണിത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു IT ഹെഡിന്റെ ഒരു ക്യാരക്ടറാണ്. ഗായത്രി ഗണേഷ് എന്നാണ് എൻ്റെ പേര്. ഇതിൽ ലേഡി ഗാഗ എന്നാണ് എൻ്റെ ജൂനിയേഴ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഏജ് പ്ലേ ചെയ്യുന്ന ഒരേ ഒരു സിനിമ ചിലപ്പോൾ ഇതായിരിക്കും. ബാക്കി എല്ലാ സിനിമയിലും ഞാൻ ഏത് പ്രായമാണോ ആ പ്രായത്തിലേക്കാട്ടിലും കൂടുതലാണ് എപ്പോഴും ചെയ്യാറ്. പക്ഷെ ഇതിൽ എൻ്റെ പ്രായം ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ മൂവിയുടെ ഡയറക്ടർ ബിപിൻ കൃഷ്ണയാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ റിനീഷ്, ഇതിന്റെ ഹീറോ റംസാൻ, നമ്മുടെ ഡാൻസർ റംസാനും ഗൗരിയാണ് ഇതിൽ പെയർ ചെയ്യുന്നത്. അതുകൂടാതെ ഇതിൽ ബൈജു ചേട്ടൻ, ബാബു ആന്റണി ചേട്ടൻ, പിന്നെ ശബരീഷ്, സജിൻ ചെറുകയിൽ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റ്, ഒരു വലിയ ടീം തന്നെ ഉണ്ട് ഇതിൽ. ഈ ഓണത്തിന്റെ ഒരു സദ്യ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാവരും നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ. അത് ഇത് എന്ന് വെച്ചാൽ സാഹസം, ഇങ്ങനെ ഒരു മൂവി ഇറങ്ങണം എന്നൊക്കെ ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് വാർത്ത കിട്ടുകയും പെട്ടെന്നാണ് ഒരു പാട്ട്, ഏത് മൂഡ് ഇപ്പൊ ഓണം മൂഡിലേക്ക് ഇപ്പൊ തന്നെ നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. ആ പാട്ട് അങ്ങ് ഭയങ്കര ട്രെൻഡിങ് ആയി. അതെ. ഇപ്പൊ എല്ലാവരും എനിക്കൊന്ന് ആ പാട്ട് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആ പാട്ടിൽ ഇല്ലെങ്കിൽ കൂടി, പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അതിലെനിക്ക് ഭാഗമാകാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് പോയതുകൊണ്ട് എനിക്ക് അതിൽ പാട്ടാവാൻ പറ്റിയില്ല. അതിന്റെ വിഷമമുണ്ടോ? വിഷമം തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് ഈ ഹുക്ക് സ്റ്റെപ്സ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കാരണം പെട്ടെന്ന് സ്പീഡ് കാണുമ്പോൾ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് എന്നെ അതിൽ ജയശ്രീ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവള് എന്നെ ആ ഹുക്ക് സ്റ്റെപ്സ് എല്ലാം പഠിപ്പിച്ചു. അപ്പൊ അതെല്ലാം ഇങ്ങനെ പഠിച്ച് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. റീൽസ് ചെയ്യാറുണ്ടോ? റീൽസ് ഞാൻ അങ്ങനെ ഒരു ഇടയ്ക്കൊന്നും ചെയ്യായിരുന്നു. ബിക്കോസ് ഇതൊക്കെ എനിക്കൊക്കെ എല്ലാം ഒരു മൂഡാണ്. ഇടയ്ക്ക് ഇങ്ങനെ മൂവീസിന്റെ ക്ലിപ്സിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു.
അപ്പോൾ അങ്ങനെ അധികം റീൽസ് ഒന്നും ചെയ്യാറില്ല. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇപ്പൊ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ പഠിച്ചു വെച്ചേക്കല്ലേ, ഇനിയിപ്പോ ഈ പാട്ട് വെച്ചിട്ട് ഒരു ചെറിയ റീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ്. അതെ, ഇപ്പൊ ട്രെൻഡിങ് ആണ്. കാരണം ഇപ്പൊ എല്ലായിടത്തും നോക്കിയാലും എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനായിട്ട് ഇനി ചെയ്തത് കുളമാക്കണ്ടല്ലോ, ഇതിന്റെ ആ ട്രെൻഡ് അങ്ങോട്ട് പോയി തുടങ്ങുമ്പോൾ ഞാൻ ചെയ്താൽ എല്ലാം മറന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിലല്ലേ. അതെ അതെ, ഇല്ല എന്തായാലും ചെയ്ത് നോക്ക്. നമ്മൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. നമ്മുടെ പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാ, ബാബു ആന്റണി ചേട്ടൻ നായകന്മാരുടെ കൂടെയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സിനിമ ആണ് ആ വില്ലൻ വേഷത്തിൽ നിന്നൊന്നും നായകന്മാരുടെ കൂടെ വന്ന് നമുക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. അതുപോലെ ഈ പടത്തിലേക്ക് ബാബു ആന്റണി ചേട്ടന്റെ കൂടെയുള്ള അനുഭവങ്ങൾ എന്താണ്? ആക്ച്വലി ബാബു ചേട്ടനായിട്ടുള്ള ഒരു എൻ്റെ ചെറുപ്പത്തിലെ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ട്, പക്ഷെ എന്നാലും എനിക്കത് ഷെയർ ചെയ്യും, പുള്ളിയെ പറ്റി പറയുമ്പോൾ എനിക്കത് ഷെയർ ചെയ്തിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചെറുതായിരുന്നു. എൻ്റെ വീട് മണിമലയാണ്. അപ്പോൾ ബാബു ചേട്ടൻ്റെ സിസ്റ്ററും അവിടെ പൊൻകുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ബാബു ചേട്ടൻ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പം സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു തിയേറ്റർ ഉണ്ട്, ലീലാമഹൽ എന്ന് പറഞ്ഞു, പൊൻകുന്നത്ത് ഉള്ള ഒരേ ഒരു തിയേറ്ററാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഈ തിയേറ്ററിലായിരുന്നു എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അത് ബാബു ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെയും ഹസ്ബൻഡിൻ്റെയാണ് ഈ തിയേറ്റർ. അപ്പോൾ ബാബു ആൻ്റണിയുടെ അളിയനും എൻ്റെ അപ്പനും ഫ്രണ്ട്സാണ്, ബാങ്ക് റിലേഷനായിട്ട് ഫ്രണ്ട്സാണ്. അപ്പം ഒരു പ്രാവശ്യം ഈ അങ്കിൾ പറഞ്ഞു, ബാബു വരുന്നുണ്ട് ഇവിടെ ബ്രേക്കിനായിട്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോടൊന്ന് പറഞ്ഞു, ബാബു തന്നെ കാണണോ, നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം ത്രില്ലടിച്ചു. അപ്പം ഞാനും എൻ്റെ 2 ബ്രദേഴ്സ് ഉണ്ട്. അപ്പം അന്നത്തെ കാലത്തൊക്കെ ബാബു ആൻ്റണി എന്നൊക്കെ ഇന്നത്തെ പോലെ സ്റ്റാർസ് അധികം ഇല്ല, നമുക്കിങ്ങനെ അവരെ കാണാനുള്ള സാഹചര്യങ്ങളും ഭയങ്കര കുറവാണ്. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പൗഡർ എല്ലാം വാരി തേച്ച് കണ്ണൊക്കെ എഴുതി ഭയങ്കര ഇതൊരു മേ ബി ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ അത്രയൊക്കെ ആവും. അപ്പം അന്ന് പുള്ളി കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതെല്ലാം മൂവി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോൾ അളിയൻ പറഞ്ഞു, അയ്യോ ബാബു ഉറങ്ങുവാണല്ലോ, അവനിങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ഉറങ്ങുവാണല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ വിളിച്ചില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ ഓർത്തു, ഞാൻ ഇത്രയും പൗഡറും വാരിയിട്ട് അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. അത് കഴിഞ്ഞ് ബാബുചേട്ടൻ അവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നു. അത് കണ്ടില്ല, നിരാശയോടെ. ആ നിരാശ കുറെ ദിവസം എനിക്കുണ്ടായിരുന്നു. ബ്രദേഴ്സിന് അത്ര ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതെ. അത് കഴിഞ്ഞ് സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ദൂരേന്ന് കണ്ടു. അന്ന് നല്ല നീളമുള്ള മുടിയും ഒരുപാട് മാല, അതൊക്കെ ഒരു ഡിഫറെന്റ് സ്റ്റൈലാണല്ലോ, മറ്റേ വെസ്റ്റ് ഒക്കെ ഇട്ടിട്ട്. അതെ അതെ, ആ സ്റ്റൈലാണ്. അപ്പോൾ അന്ന് ദൂരേന്ന് കണ്ടു. അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ അപ്പോൾ എൻ്റെ ഫാനാണല്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹത്തിന് കാണുന്ന പോലെയല്ലോ, വളരെ സോഫ്റ്റ് ഒരു പേഴ്സണാലിറ്റി ആണ് പുള്ളി. അപ്പോൾ കുറേ വർത്താനങ്ങളും ഇങ്ങനെ പെട്ടെന്ന് സിങ്ക് ആവുന്ന ഒരു ക്യാരക്ടർ, ഒരുപാട് ഇങ്ങനെ വളിപ്പടിച്ച് ഒക്കെ നടക്കുന്ന ഒരു ടൈപ്പ്. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട് പോലെ തോന്നും, പക്ഷെ പുള്ളി അങ്ങനെയൊന്നും അല്ല. അതെ, ഒരു ടൈമിൽ ബാബുചേട്ടനെ കാണുമ്പോൾ പേടി വരെ തോന്നിയ ടൈം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ ഇപ്പോഴുള്ള സിനിമകളിലൊക്കെ ശരിയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നല്ലൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. ഭയങ്കര ഹൈറ്റ് ആണ്, ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഞാനൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഓക്കെ. അപ്പം ഇപ്പൊ അതുപോലെ തന്നെ ഇതില് നമ്മുടെ പുതിയൊരു ന്യൂ ജൻ ഗ്യാങ് ഉണ്ട്, റംസാനും ഇവരെല്ലാവരും ഉണ്ട്. അവരൊക്കെ ആയിട്ട് നല്ലൊരു ശരിക്കും പറഞ്ഞൊരു നല്ലൊരു ആഘോഷമായിട്ടാണ് ആ സെറ്റ് പോയിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിനകത്ത് എല്ലാം മിക്കവരും യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സ് നമ്മുടെ ഒരു ഏകദേശം ഏജ് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നരേനും അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ എങ്കിലും ഈ യങ്സ്റ്റേഴ്സ് ആണ് നമ്മൾ അത്രയും യുനോ ഏജ് ഡിഫറൻസ് ഉണ്ട് ഇവരുമായിട്ടൊന്നും എനിക്കൊരു ഫീലിംഗ് തോന്നിയിട്ടില്ല. ഫീലിംഗ് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ദൈവമേ ഇവരൊക്കെ എന്തോരാണ്, കാരണം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ് ഇവരൊക്കെ. ഒരുപാട് ഫാൻ ഫോളോയിങ്ങും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണല്ലോ ഇപ്പം പിള്ളേരെല്ലാം ഫോക്കസ് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ദൈവമേ ഞാനൊക്കെ എവിടെ കിടക്കണം. പക്ഷെ പിന്നെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുറേ പിള്ളേർ ആർട്ടിസ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഇവൻ ഈ ഗൗരി ആണെങ്കിലും റംസാൻ ആണെങ്കിലും ജയശ്രീ, പിന്നെ ആൻസലീം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം നല്ല മിടുക്കര് പിള്ളേരാണ്. ശരിക്കും ഇതിന്റെ ഇപ്പൊ ഓരോ ക്ലിപ്പിംഗ്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഓരോ മൊമെന്റും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്ന മൊമെന്റ് ആണ്. കാരണം നമുക്ക് എവിടെ വേറൊരു ടെൻഷൻ ഒന്നും തരുന്നില്ല. വളരെ ഒരു ഫൺ ഫിൽഡ് മൂവി എന്ന് പറയാം. അതെ അതെ. ഈ ഇപ്പൊ നേരത്തെ നമ്മുടെ ബാബുചേട്ടനെ കണ്ട കാര്യം പറഞ്ഞ പോലെ
ഞാൻ പല ഇന്റർവ്യൂവിലും കേട്ടിട്ടുണ്ട് ചാക്കോച്ചൻ്റെ ഒരു ഇന്റർവ്യൂ ആണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പകരം പൃഥ്വിരാജിനാണ് ചെയ്തത്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ചാക്കോച്ചനായിട്ട് ഈ അടുത്ത് ഞാനൊരു സ്റ്റേജിൽ തലവന്റെ ഒരു മൊമെന്റോ മേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടായിരുന്നോ ചാക്കോച്ചൻ? പിന്നെ ചാക്കോച്ചനെ അതിനല്ലാതെ രാജമാറ്റ് യാഹൂല് ഞാൻ ഒരു ടൈറ്റിൽ റോള് ചെയ്തു. ചാക്കോച്ചന്റെയും ആസിഫിന്റെയും ചെറുപ്പം, അതിന് അവരുടെ അമ്മയായിട്ടാണ് ഞാൻ, രാജമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചാക്കോച്ചൻ, അത് കഴിഞ്ഞ് അല്ലാതെയും പല പല ഒക്കേഷനിൽ ചാക്കോച്ചനെ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെയും. പക്ഷെ തലവനിൽ എനിക്ക് ഇതിന്റെ മെമന്റോ തന്നത് ചാക്കോച്ചനാണ്. സോ ഹാപ്പി. എവിടെ നമ്മൾ ചിന്തിച്ചത് എവിടെ എല്ലാം ആഗ്രഹിച്ചത് നമുക്ക് നടക്കും പറയുന്നത് ഇതല്ലേ. ഇപ്പോ ചാക്കോച്ചനുള്ള ആ ഒരു ടൈമില് അന്ന് ചാക്കോച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ, കോളേജിലൊക്കെ ചാക്കോച്ചൻ വരുമ്പോ ഇല്ലേ, എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം മുമ്പേ ചാക്കോച്ചൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതിന് പെൺപിള്ളേരെല്ലാം ഭയങ്കര പ്രിപ്പറേഷനാണ്. അങ്ങനെയാണ്, അത്രയും വെയിറ്റ് ചെയ്തിരുന്ന്. എനിക്കറിയില്ല ഇപ്പൊക്കെ എങ്ങനെയാണെന്ന് ഓരോ സ്റ്റാർസ് ഒക്കെ കിട്ടിയേക്കുന്ന ആ ഒരു സ്ഥാനം എനിക്ക് തോന്നുന്നില്ല. എനിക്കത് കുറെ സോഷ്യൽ മീഡിയ ഒക്കെ കുറെ ആക്റ്റീവ് ഉണ്ട്, കുറെ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫും ഒക്കെ ആൾക്കാർക്ക് അറിയാം, അവരെങ്ങനെ അവരുടെ ഓരോ ചേഞ്ചസും ഒക്കെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറെ വർഷങ്ങളൊക്കെ മുമ്പ്, ഞാൻ പറയുന്ന ഒരു 15-20 ഇയേഴ്സ്, ആ സമയത്ത് ഇത്രയും മീഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെ നമ്മൾ അധികം അങ്ങോട്ട് അറിയുന്നില്ല, അവരെ ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെയൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷവും. ചാക്കോച്ചനെ ഫസ്റ്റ് കണ്ടത് എവിടെ വെച്ചായിരുന്നു? എനിക്കൊന്ന് കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ അല്ല കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തു ചാക്കോച്ചൻ. പക്ഷെ അന്ന് ആഗ്രഹിച്ച പോലെ ഒരു ഇത് വെയിറ്റ് ചെയ്തിരുന്നത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നല്ലേ. അതെ അതെ, വിഷമമായിരുന്നു. അതെ, പകരം വന്നത് നമ്മുടെ രാജു. അതെ അതെ. ഓക്കെ, ഇനിയിപ്പോ മൂവികളിലൊക്കെ വരുന്നു, നമ്മുടെ സീരിയലുകളെല്ലാം വീണ്ടും സജീവമായിരിക്കുന്നു. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എവിടെയായിരുന്നു ആ ഗ്യാപ്പിൽ? എനിക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ്. ആക്ച്വലി ആദ്യം ഫസ്റ്റ് മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിച്ച് അങ്ങനെ മക്കളായി, ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഫാമിലി ലൈഫിലേക്ക് ഒന്ന് സിങ്ക് ഇൻ ചെയ്യായിരുന്നു. പിന്നെ അതിനുശേഷം തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ തിരിച്ചു വരണം എന്നുള്ള ഒരു ഇത് അറിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു സിനിമയിലൊരു ഗോഡ് ഫാദർ ഇല്ല, എനിക്ക് ആരും ഇല്ല എന്നെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരാൻ. ഫാമിലിയുടെ സപ്പോർട്ട് വലുതായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്തോ ഒന്നും എനിക്ക് സിനിമയിലില്ല. അപ്പം എനിക്ക് 2 സൈഡിൽ നിന്നും ഒരു സപ്പോർട്ടില്ല. അപ്പം ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്യണം. അപ്പം ഈ സ്ട്രഗിൾ എവിടെ തുടങ്ങണം, ഞാൻ എങ്ങനെ തുടങ്ങണം, നമുക്ക് ഒരാൾക്ക് റീ എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് ഒരു പിടിപാടും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി ബാലേന്ദ്ര മേനോൻ സാറിൻ്റെയും സുഹൃത്താണ്. അപ്പോൾ ബാലേന്ദ്ര മേനോൻ സാർ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാൻ സംവിധാനം ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിലേക്ക് എന്നെ ക്ഷണിക്കുന്നു, ആ സിനിമയിലേക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, മേനോൻ സാർ എനിക്ക് എൻ്റെ കഥയൊന്ന് കേൾക്കാമോ? സാർ എന്തോന്ന കഥ പറയത്തില്ല എന്നോട്. ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, നല്ല ക്യാരക്ടർ, എനിക്ക് കഥ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ കഥ അറിഞ്ഞിട്ടേ ഇല്ല. മറ്റേ വലിയ പ്രതീക്ഷയോടെ ഞാൻ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ അത് എനിക്ക് തോന്നില്ല ഒരാഴ്ച കൂടുതൽ തിയേറ്ററിൽ നിന്നെന്ന്. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എന്ന് വെച്ചാൽ, ഞാൻ ഒരു റീ എൻട്രി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണല്ലോ നമ്മളെപ്പോഴും റീ എൻട്രി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു സിനിമ ചെയ്തിട്ട് പിന്നെ റീ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അപ്പം അതിൻ്റെ എനിക്കൊന്ന് മൂവിയുടെ ഒരുപാട് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ലെങ്ത് കൂടിപ്പോയി. അപ്പം എനിക്കും വിനീതേട്ടനായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ തമ്മിലൊരു ലവ് ട്രാക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഷൂട്ട് കുറേ ദിവസം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും ഇൻവോൾവ് അല്ലായിരുന്നു ആ സിനിമയിൽ. ആസ് ഇൻ നമ്മളിപ്പം മേനൻ സാറിനെ പോലെ ഒരാൾ അങ്ങനെ നമ്മളെ ഇപ്പം ബിപിൻ കൃഷ്ണൻ ആ രണ്ട് ജനറേഷൻ ആണല്ലോ. അപ്പം നമ്മളെ അത്രയും ഒരു പല കാര്യങ്ങളും നമ്മളെ ഇൻവോൾവ് ആക്കില്ല. അപ്പോൾ തിയേറ്ററിൽ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് എന്നെ കാണുന്നേ ഇല്ല. 1-2 സ്ഥലത്ത് മാത്രം അപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. ഞാൻ തിയേറ്ററിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഉരുകുകയായിരുന്നു. ഞാൻ ഓർത്ത് ദൈവമേ, ഒരു റീ എൻട്രി പ്രതീക്ഷിച്ചിട്ട്, എന്നിട്ട് അത് 1 വീക്കിനുള്ളിൽ ഇല്ല. ഞാൻ തിയേറ്ററിൽ കയറാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഒരാൾ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ടെസ്സ ഒന്നും തോന്നരുത്, ഒന്നും വിചാരിക്കരുത്, ടെസ്സ ഒരുപാട് സ്ഥലത്തുനിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പം മൂവി കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കണ്ട എന്ന് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എങ്കിലും
മേനൻ സാറിനെ പോലെ ഒരാളുടെ അനുഗ്രഹത്തോടെ റീ എൻട്രി ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡിൻ്റെ മൂവിയിലൊരു ചെറിയ ഭാഗമാണെങ്കിലും ആകാൻ പറ്റുന്ന ആ ഒരു സന്തോഷം ഇതിനകത്ത് ഇല്ലാതില്ല. പക്ഷെ ഈ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം മാറി വരും. നമ്മൾ ഒരു തവണ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു റീ എൻട്രി എപ്പോഴും ഒരു ആക്ടറിന് ഭയങ്കര, കാരണം ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കുറേ നാൾ ഗ്യാപ്പ് എടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെ മറക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഓ ഇങ്ങനെ ഒരാളുണ്ടല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെ അത്രയും ഫ്രീക്വൻസിയിൽ ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. ഓക്കെ. ഇപ്പം നമ്മൾ ഈ പട്ടാളം സിനിമ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ചെയ്യണമെന്ന് ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു? എനിക്ക് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രത്യേകിച്ച് തമിഴിൽ നിന്നൊക്കെ വരുമ്പോൾ മലയാളം തന്നെ വീട്ടിലുള്ളവർക്ക് പേടി എന്ന് പറയുമ്പോൾ, റിലേറ്റീവ്സിനൊക്കെ പേടി എന്ന് പറയുമ്പോൾ തമിഴൊന്നും ആലോചിക്കാനേ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്നുള്ള ഒരു രീതിയിൽ ഞാനങ്ങ് സംസാരിച്ചു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം, കാരണം നമ്മൾക്ക് കുറച്ച് ബോധോദയം വെക്കുമല്ലോ. മറ്റേത് ആ സമയത്തൊക്കെ നമ്മൾ പേരൻസ് പറയുന്ന പോലെ കേട്ട് അവർ എന്താണ് നമ്മളൊരു റിബലാകാതെ അവർ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് പോയി എന്ന് തന്നെ പറയാം. പിന്നെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ ചുറ്റുമുള്ള റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ അവരെ പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങനെ വിടരുത് കേട്ടോ, വിട്ട് കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ ഭയങ്കര പാടാണ്, ഈ ഇൻഡസ്ട്രി ശരിയല്ല. പിന്നെ എൻ്റെ അപ്പനോടൊക്കെ വന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷന് പോയപ്പോൾ അപ്പനെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, മോളെ ഇങ്ങനെയൊക്കെ വിട്ടാൽ മതിയോ എന്നാ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു മോളെ എങ്ങനെയൊക്കെ വിട്ടാൽ, അല്ല സിനിമയിൽ അഭിനയിക്കാൻ പോയി എന്ന് കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിനിപ്പോൾ എന്താ സിനിമയിൽ അഭിനയിച്ചാൽ, വിടരുത് കേട്ടോ അവരുടെ ഫ്യൂച്ചർ തകരാറിലാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് വീട്ടിലപ്പൻ വന്ന് പറഞ്ഞെങ്കിലും എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ അത് ഇങ്ങനെ ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ അമ്മയ്ക്ക് പലർക്കും പല രീതിയിലാണ് അത് എടുക്കാൻ പറ്റുക. അപ്പം അമ്മയ്ക്കോ വേറെ ആർക്കെങ്കിലും ഒക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അകത്തൊരു ഇൻസെക്യൂരിറ്റി വരും, എനിക്ക് എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഇവിടെ വന്നിരുന്നു എൻ്റെ ലൈഫിൽ. ശരിക്കും ഇപ്പോൾ അന്ന് ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാം വിസിബിൾ ആയി. അന്ന് പറഞ്ഞ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു പേടിയായിരുന്നു, പുറത്ത് നോക്കുമ്പോൾ ഒരു പേടി. ശരിക്കും അതിൻ്റെ അകത്ത് ആ കാലഘട്ടത്തിൽ അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്ന, അത് ഇത്ര അധികം ആളുകളുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന ഒരു നടി എന്ന നിലയിൽ ചോദിക്കുകയാണ്, അന്ന് അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു? ഒന്നും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഒരു കാര്യം. കാരണം ഒന്നാമത്തെ കാര്യം ഇതൊരു വലിയൊരു ടീമാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കൂടെ അമ്മയുണ്ട്, അവിടെയൊക്കെ ആൾക്കാർ, നമുക്ക് ഒന്നും പേടിക്കേണ്ടതായിട്ടൊന്നും. നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു യങ്സ്റ്റർ ആകുമ്പോൾ നമ്മൾ വളരെ പ്രൊട്ടക്റ്റ്, എനിക്ക് തോന്നുന്നു എന്നെ എല്ലാവരും വളരെ പ്രൊട്ടക്റ്റ് ചെയ്താണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഈ പറയുന്ന എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്, സിനിമ ഇൻഡസ്ട്രിയിലും മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നതും ആൾക്കാർ കുറച്ച് പറഞ്ഞു പരുത്തുന്നത് സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കലാകാരികൾ ഇത് കാരണം വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും പ്രോബ്ലംസ് ഉണ്ട്. നമ്മളെ എങ്ങനെ സൂക്ഷിക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രോബ്ലം, എവിടെയെങ്കിലും നമ്മളൊരു പ്രോബ്ലം സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ട് പോകരുത്, അത്രയേ ഉള്ളൂ. അതേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ തല വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് ഈ ഇൻഡസ്ട്രി മാത്രമല്ല, ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ കുറേ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കാരണം എല്ലാവരും ഭയങ്കര കെയർഫുള്ളാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ എല്ലാവരും ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് തന്നെയാണ് വെക്കുന്നത്. പിന്നെ അല്ലാത്ത ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടാവും. ബട്ട് എവിടെയാണെങ്കിലും, അതിപ്പോൾ നമ്മൾ രാത്രി റോഡിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും വി ഷുഡ് ബി കെയർഫുൾ. അതുപോലെ എല്ലാ സ്ഥലത്തും എല്ലാവരും കെയർഫുൾ ആവണം. പിന്നെ ഏറ്റവും വലുത് നമ്മൾ നോ പറയാൻ പഠിക്കുന്നിടത്താണ്, നോ പറയാൻ പഠിക്കുക, അതാണ് ദാറ്റ് ഈസ് മെയിൻ തിങ്. അപ്പോൾ പക്ഷെ നോ പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് ഇപ്പം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഡയറക്ടേഴ്സ് ഒക്കെ വല്ലാത്ത മോശമായിട്ട് സംസാരിക്കുന്നു, പെരുമാറുന്നു, വേറെ ആക്ടേഴ്സ് മോശമായിട്ട് പെരുമാറുന്നു, സംസാരിക്കുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും എനിക്കിതുവരെ അങ്ങനെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പോൾ പക്ഷെ എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്നല്ല, ഉണ്ടായിരിക്കാം, അത് അവരുടെ പ്രശ്നം കൊണ്ടും ആയിരിക്കത്തില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് കുറേയൊക്കെ റെഫർമേഷൻസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്, കുറേയൊക്കെ പ്രോബ്ലംസ് വരുന്ന കാരണം. അപ്പം ഐ എം ഹോപ്പിംഗ് അങ്ങനെ ഒരു പേര് ഇനിയും പുറത്തേക്ക് വരില്ല എന്ന് ഐ എം ഹോപ്പിംഗ്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അതെ മാം, വേറൊന്ന് ബാക്കോട്ട് പോകണയാണ്. ശരിക്ക് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ചാക്കോച്ചനെ കാണണമെങ്കിലോ ലാലേട്ടനെ കാണണമെങ്കിലോ അവരുടെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതി. അതിനകത്ത് അവരുടെ എന്താണ് അവരുടെ ആക്ടിവിറ്റി, ചിലപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് വരെ നമുക്ക് അതിൽ കാണാം. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഹലോ ഗുഡ് ഈവനിങ്ങുമായിട്ട് മാം വന്നിരുന്നത്. അന്ന് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളോ അല്ലെങ്കിൽ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആകെ ഒരു ഓപ്ഷൻ നമ്മുടെ ടി വിയാണ്. അപ്പം ഈ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് സ്കൂളിൽ നിന്നും എല്ലാവരും ഓടി വന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ആ ഒരു അന്ന് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു? ശരിക്കും അന്ന് ലെറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. ഈ ലെറ്റേഴ്സിൽ കൂടിയാണ് നമ്മളെല്ലാം അറിയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വലിയ കാർട്ടിനകത്താണ് നമുക്ക് ആൾക്കാർ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സിനൊക്കെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നൊരു മെസ്സേജ് വായിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൽ കൂടെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു സുഖം ആ ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സിനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഉണങ്ങിയ റോസപ്പൂ അല്ലെ മയിൽപ്പീലിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളിൽ ലെറ്റേഴ്സിൻ്റെ കൂടെ വരുന്നതിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോഴാണ് അതിന് സുഖം കൂടുതൽ. കാരണം ഇന്ന് നമുക്ക് അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എത്ര പോപ്പുലർ ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. വഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ആൾക്കാർ വരുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയിലും നമ്മൾ എത്ര പോപ്പുലർ ആണ്. അതെ അതെ. ഇത്രയും ആൾക്കാരൊക്കെ ഇത് കാണുന്നു എന്നുള്ളത് പോലും ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പരിപാടി പോപ്പുലർ ആണെന്ന് ഡെഫിനറ്റ്ലി അറിയായിരുന്നു. പക്ഷെ അല്ലാതെ നമുക്ക് വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു ഗുണമുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കും. നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നൊന്നും ആർക്കും തോന്നത്തില്ല. ഓൾവേസ് വി വെ ഗ്രൗണ്ടഡ്. അതെ അതെ, അങ്ങനെ ഒരു സാധനമുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ലെറ്ററിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ ഭയങ്കര ജീവനുള്ള വാക്കുകളായിരിക്കും. അതല്ല ഭയങ്കര അങ്ങനെ വന്ന ലെറ്ററിൽ ഒരു രസകരമായിട്ടുള്ള ഒരു ലെറ്റർ ഏതായിരുന്നു? എനിക്ക് ഒരാള് ബ്ലഡിൽ ലെറ്റർ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നിട്ട് എൻ്റെ അമ്മ എടുത്ത് കുറേ നാൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു കേട്ടോ. ആ ലെറ്റർ ഞാൻ വീട്ടിൽ കൊണ്ട് എല്ലാവരും കാണിച്ചപ്പോൾ അമ്മ അത് കുറേ നാൾ സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം അങ്ങ് പോയി. പക്ഷെ ഞാൻ ഓർക്കാം അറ്റ്ലീസ്റ്റ് കുറച്ച് ലെറ്റേഴ്സ് എങ്കിലും ഞാൻ എടുത്ത് വെക്കേണ്ടിയിരുന്നു. ഒരുപാട്. അതെ, അന്നൊന്നും അതിന് കുറെ പേര് അയക്കുന്നു. അപ്പം പിന്നെ ഈ കാലം മാറും, ഇങ്ങനത്തെ ഇപ്പൊ ഇല്ലന്റ് പോലും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് നമ്മളിപ്പോ മാറിയത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആ ബ്ലഡ് കൊണ്ട് എഴുതിയ വാക്കുകൾ ഓർമ്മയുണ്ടോ? എന്തോ ഒരു ഇഷ്ടമാണ്, പരിപാടി എനിക്ക് ഇഷ്ടമാണ്, ടെസാനെ ഇഷ്ടമാണ്, അങ്ങനെ എന്തെങ്കിലും ലവ് ലെറ്റർ ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അന്ന് ഇതൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുമല്ലോ, എഴുതുമല്ലോ നാച്ചുറലി, അതാണല്ലോ ഏജ്. അതെ അതെ. ശരിക്കും പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ ഒരു ക്യാരക്ടർ അല്ല, റിയൽ ലൈഫിലെ ക്യാരക്ടർ അല്ല, നമ്മൾ ടി വിയിൽ കാണുന്ന ക്യാരക്ടർ അല്ല, അത് വേറൊരു ക്യാരക്ടറാണ്. അതെ അതെ അതെ. ടെസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ എന്താ പറയാ സാബുമോനും പിന്നെ രമ്യ നമ്പീശും മേഡം കൂടിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാബുച്ചേട്ടൻ ഭയങ്കര ചെറുപ്പമാണ് അതിലും, എല്ലാവരും മൂന്നുപേരും ഭയങ്കര മാറ്റം എല്ലാവരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഭംഗിയൊക്കെ വെച്ചു ഇപ്പൊ. അന്ന് ചെറുപ്പത്തില് അല്ലേ ശരിക്കും എന്ന് പറയുന്നത് അതിൽ പറയുന്ന വാക്കുകളൊക്കെ കറക്റ്റായിട്ട് മറുപടി കൊടുക്കണ്ട എല്ലാവർക്കും. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ആശ എന്ന് പറഞ്ഞ കുട്ടി പറയുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പൊ അത്രയും സംസാരിക്കാനും ഇതിനുള്ള കഴിവൊക്കെ അന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഭയങ്കര ബോൾഡാണല്ലോ. നമ്മളിങ്ങനെ കൂടുതലും നമ്മളിപ്പം ശ്രീയൊക്കെ എങ്ങനെ ഇത്രയും സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ സംസാരിച്ച് ആൾക്കാരോട് കുറേയൊക്കെ സംസാരിച്ച് കുറേ പബ്ലിക്കിനെ ഫേസ് ചെയ്ത് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും പല വാക്കുകളും ഇങ്ങനെ നല്ല ഫുൾ ഫ്ലെഡ്ജിലൊരു ഫ്ലോയിൽ ഇങ്ങനെ വരും. ആ സമയത്ത് ഇതെല്ലാം ചെയ്ത് അതിൽ നിൽക്കുമ്പോൾ തർക്കിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു അതെ അതെ. പണ്ടൊക്കെ ഒരു കുട്ടിപ്പുലിയായിരുന്നല്ലോ, അപ്പൊ അത് കഴിയുമ്പോ പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് ഒതുങ്ങും. ഈ അലോകുടീന് ലൈവ് ആയിരുന്നു, അത് ഫോണിൻ പ്രോഗ്രാം ആയിരുന്നു. അതെ അതെ. അപ്പൊ ലൈവായിട്ട് തന്നെയല്ലേ ആളുകളെല്ലാം വിളിക്കുന്നത്. അപ്പൊ ഈ ഓരോരുത്തരും പല വികാരങ്ങളിലായിരിക്കും വിളിക്കുന്നത്, സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ട്. ചിലവര് ചിലപ്പോൾ വെക്കില്ല. ഇവരെല്ലാം നമ്മൾ ഒരേപോലെ ഹാൻഡിൽ ചെയ്യണം. ശരിക്കും ലൈവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ടൈമില് ഏറ്റവും വലിയ റിസ്ക് ആണ് ഈ ഒരു ലൈവ് പ്രോഗ്രാം. ലൈവ് എപ്പോഴും എല്ലാ കാലത്തും ഇപ്പൊ പിന്നെ അത്രയും ഇല്ല, ഗ്യാപ്പൊക്കെ കിട്ടും നമുക്ക്. പല ടെക്നിക്കലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഹെഡ്ഫോൺസ് ഉണ്ട്, അവര് നമുക്ക് മെസ്സേജസ് തന്നോണ്ടിരിക്കും. അന്ന് ഇതൊന്നുമില്ല, നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഈ വന്ന കോളുകളിൽ എന്തെങ്കിലും രസകരമായിട്ട് കോളുകളുണ്ടോ? വെള്ളം കുടിപ്പിച്ചതോ അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള? ഇല്ല, ചിലവർക്കൊന്നും ഇങ്ങനെ ഇതുപോലെ പറഞ്ഞ പോലെ വെക്കാൻ പറ്റില്ല. നമ്മളെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവിടുന്ന് അവര് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ആക്ഷൻ കാണിക്കുന്നത്. കട്ട് എന്നൊക്കെ പറഞ്ഞു നമ്മളും കുറേയൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള ഫോൺ കോൾസും ഉണ്ട്. നമ്മളെ ഇങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ഇങ്ങനെ വാദോരാതെ സംസാരിക്കുമ്പോൾ നമുക്കത് കേൾക്കണമെന്നുണ്ട്. പക്ഷെ ലൈവാണ്, ഒരുപാട് ഒരു 6-7 കോൾസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ചില കോൾസ്, പിന്നെ ആൾക്കാരെല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ, ഭയങ്കര നന്നായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഈ ലൈവിലൊക്കെ ഇന്നത്തെ കാലത്ത് എനിക്ക് ആ ഒരു ട്രസ്റ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കും. പക്ഷെ അന്നൊക്കെ ആൾക്കാർക്ക് ആ ഒരു മര്യാദ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരാളെ ഹേർട്ട് ചെയ്യാതെ അയാളുടെ നല്ലത് മാത്രം പറഞ്ഞിട്ട് യൂസേജ് ഓഫ് ലാംഗ്വേജ് ഭയങ്കര പൊളൈറ്റ് ആയിരുന്നു അന്നൊക്കെ. കുറച്ചുകൂടി ഈസി ആയിരുന്നു ആൾക്കാർ, ധൈര്യമായിട്ട് സംസാരിക്കാം. ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോശമായ രീതിയിൽ. പക്ഷെ ഇന്ന്
എനിക്കിപ്പോ എപ്പോഴെന്താ ഇൻസ്റ്റഗ്രാമിൽ കൂടെ തന്നെയാണെങ്കിലും നമ്മൾ പല ആൾക്കാരെ ഇട്ട് ട്രോളുന്നതും അവർക്ക് നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ഞാൻ അവർക്ക് ദൈവമേ ഇതൊക്കെ പണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു. ലൈവിലൊക്കെ എന്തോരം അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴും ചിലപ്പം ഫോൺ കട്ട് ചെയ്യാനൊക്കെ മറന്നുപോയിട്ട് നമ്മളിങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നൊക്കെ ആണെങ്കിൽ അതെല്ലാം ഓൺ എയർ പോവല്ലോ. അന്ന് ഇതൊന്നും എടുത്തു വെച്ചിട്ടില്ലാത്തത് നമ്മുടെ ഭാഗ്യം. തീർച്ചയായിട്ടും. ഫസ്റ്റ് എൻട്രി എങ്ങനെയായിരുന്നു ആ മൂവിയിലേക്ക് എത്തിയത്? മൂവിയിൽ ഞാൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാലുവേട്ടനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ റെജി നായരും കൂടെ കണ്ടിട്ട് അങ്ങനെയാണ്. എന്നിട്ട് ലാലുവേട്ടൻ എൻ്റെ കോളേജിൽ വന്നു. അപ്പോൾ കോളേജിൽ സെൻറ്റ് ജോസഫിൽ തെരേസിൻ വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പോൾ തെരേസിൻ വീക്കിൽ ഇവർ ജഡ്ജസ് ആയിട്ട് വന്ന സമയത്ത് ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര കൂവലും ബഹളവും, കാരണം നമ്മളന്ന് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഭയങ്കര കൂവലും വേണം. അപ്പോൾ ലാലുവേട്ടനൊക്കെ ആ സമയത്ത് എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നാ കേട്ടോ എന്ന്. പക്ഷേ ആക്ച്വലി ജഡ്ജായിട്ട് വന്നതാണ്. ലാലുവേട്ടനും ഉണ്ടായിരുന്നു, ജ്യോതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയും അങ്ങനെ. മറ്റേത് സ്റ്റുഡൻസ് ഉണ്ടല്ലായിരുന്നു ഞാൻ പറഞ്ഞ ആ പ്രോഗ്രാം, സ്റ്റുഡൻസിൽ ഗോവിന്ദൻകുട്ടിയുടെ ആ പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു ഓണം സെലിബ്രേഷൻ നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് എത്തുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആങ്കേഴ്സ് അവിടെ വരുന്നു. അന്ന് അവിടെ വന്നതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ ആരൊക്കെയായിരുന്നു? അത് എനിക്കൊന്ന് പാലി തന്നെയായിരുന്നു. പാലി തന്നെയായിരുന്നു എല്ലാവരുടെയും. അതെ അതെ, സന്തോഷ് പാലി തന്നെയായിരുന്നു. സന്തോഷ് പാലിന് ശരിക്കും പറഞ്ഞു ഭയങ്കര ഫാൻസ് ആയിരുന്നു അല്ലേ? ഒരുപാട് ആൾക്ക് ഇഷ്ടം പോലെ ഫാൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് ഫീമെയിൽ ഫാൻസ്. അവന്റെ ലുക്സും പ്ലസ് സംസാര രീതിയും ചിരിയും എല്ലാം. അപ്പൊ ആ ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന് തന്നെ പറയാം. കാരണം ഇപ്പൊ രണ്ടും രണ്ടാണ്. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാറി. നമ്മൾ അന്നത്തെ പോലെ നേരത്തെ പറഞ്ഞ പോലത്തെ ജെനുവിനിറ്റി ഉള്ള കോളുകളോ ഇതൊന്നും ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കാലഘട്ടത്തിലെ പ്രോഗ്രാമുകൾ, ഇപ്പൊ നമ്മുടെ ചാനൽ പ്രോഗ്രാമുകൾ, ഇതുപോലെ ഇന്റർവ്യൂസ് തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂസ് ഒക്കെ തന്നെയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ മാമിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂസ് ഉള്ളത് കാരണം കുറേ ആൾക്കാർക്ക് വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ ഒരു റീ എൻട്രി വേണം എന്നെനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെപ്പോലെ ഉള്ളവരാണ് നമുക്ക് റീ എൻട്രി തരുന്നത്. അതായത് ഇങ്ങനെയുള്ള ഇപ്പം ജാങ്കോ സ്പേസ് പോലുള്ള ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആളുകളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അങ്ങനെ ഇത് പാസ് ചെയ്ത് പോകുമ്പോഴും പിന്നെ നിങ്ങളുടെ ഷോർട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇങ്ങനെ നിങ്ങൾ പാസ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും പഴയ കാര്യങ്ങളെ പറ്റി ഓർപ്പിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതെ, നമ്മളിപ്പോൾ ഒന്നുകൂടി നമ്മൾ ആ മൂവിയിലേക്ക് വരികയാണ്. ഇപ്പോൾ ആ സിനിമയിൽ ഇത്രയധികം എന്താ പറയുക ഒരുപാട് ആളുകളും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു മൂവി, ഇത്ര ആൾക്കാരുടെ കൂടെ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നു. അതിൽ കുറച്ച് പേര് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ മാമുക്കോയൊക്കെ ആണെങ്കിലും പട്ടാളത്തിന് പലരും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. മാളച്ചേട്ടനില്ല. അന്ന് അവരായിട്ടുണ്ടായിരുന്ന ആ മെമ്മറി. അന്ന് ഈ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഫോണും കാര്യങ്ങളും കാരവനും ഒന്നും ഇല്ലാത്ത കാരണം നമുക്കൊരു കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പട്ടാളത്തിൻ്റെ ടെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനകത്ത് പോലും ഇല്ല, നമ്മളെല്ലാവരും ആ ടെൻറ്റിനകത്തായിരിക്കുക. പിന്നെ എന്തെങ്കിലും വീട്ടിലാണ് ഷൂട്ടെങ്കിൽ ആ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും സ്പേസിലാണ് ഇരിക്കുക. അപ്പോൾ എപ്പോഴും നമുക്കൊരു വർത്താനം പറയാൻ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാണ്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക. പിന്നെ ഇരിക്കുന്നതെല്ലാം ഒരുമിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു പേഴ്സണൽ ടച്ച്. പിന്നെ ഇവരോട് കുറേ കാര്യങ്ങൾ, ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ പഴയ അനുഭവങ്ങളും ഒക്കെ സംസാരിക്കാനായിട്ട് കുറേ നേരം ഇരുന്ന് മണിക്കൂറുകൾ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുക. കാരണം വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല നമുക്ക് ഫോണില്ല, വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കുറേ ഉൾപ്രദേശമാണ്. അപ്പോൾ അങ്ങനെ 1-to-1 കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനായിട്ടാണെങ്കിലും ഇന്നസെൻ്റ് ചേട്ടനായിട്ടാണെങ്കിലും പിന്നെ അതെ അമ്പിളിച്ചേട്ടൻ, ലളിത ചേച്ചി, KPSC ലളിതാമ്മ, അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു 1-on-1 സംസാരിക്കാൻ പറ്റി. ഇവരുടെയൊക്കെ ഒത്തിരി നേരം ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുക, അവരുടെ തോളെ ചാരി കിടക്കുക, ലളിതാമ്മയുടെ സുമാരി അമ്മയുടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ആ ഒരു മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് പ്രഷ്യസ്, റിയലി പ്രഷ്യസ്. അതൊന്നും ഒരു ക്യാമറയിൽ പകർത്താനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ആ മൊമെന്റ്സ്. അതൊരിക്കലും, പക്ഷെ അത് എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അത് ബാക്കിയുള്ളവരുമായിട്ട് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എങ്കിലും പട്ടാളത്തിൻ്റെ ഒരു ആൽബം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്കറിയാമായിരുന്നു ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവിയാണ്. അതുകൊണ്ട് എനിക്കതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്തത് ഒക്കെ ഒരു ആൽബത്തിലാക്കി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനത് മറിച്ച് നോക്കും.
അപ്പൊ അതൊക്കെയാണ് മെമ്മറീസ്. മെമ്മറീസിൽ ശരിക്കും മമ്മൂക്കൻ അതിന് മുമ്പ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക കൈരളിയുടെ ചെയർമാൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് മമ്മൂക്ക എറണാകുളത്ത് വരുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചാനലിൽ വന്ന് ഞങ്ങളെ മീറ്റ് ചെയ്യുമായിരുന്നു, ആങ്കേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പം അന്ന് വരുമ്പോഴും ഈ മമ്മൂക്ക ഭയങ്കര കാഷ്വലായിട്ടും ഫ്രീ ആയിട്ടുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം മമ്മൂക്ക വരുന്നതെന്ന് പറയുമ്പോൾ ചാനലിൽ ആകപ്പാടെ ഒരു ബഹളമാണ്. എല്ലാവരും അയ്യോ ചെയർമാൻ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ചെയർമാൻ വന്നിട്ട് നമ്മളോട് ഭയങ്കര കാഷ്വലായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു പേടിയോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ പോകുമ്പോഴും എനിക്ക് മമ്മൂക്കയെ കാണുമ്പോൾ ഒരു ഇത്രയും സൂപ്പർ സ്റ്റാർ, ഇത്രയും സീനിയർ, അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു. ഡെഫിനറ്റ്ലി ആ ഒരു ബഹുമാനം എപ്പോഴും ഉണ്ട്, പക്ഷെ ഒരു ഭയം ഇല്ലായിരുന്നു. അപ്രോച്ചബിൾ അല്ല എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഒരൊറ്റ ഡൗട്ട് ചോദിക്കട്ടെ, ശരിക്കും പട്ടാളം ഇറങ്ങി കഴിയുമ്പോൾ ആരുടെ നായിക എന്നാ പറയാറ്? മമ്മൂക്കയുടെ നായികയാണോ അല്ലെങ്കിൽ ഇന്ദിരേട്ടന്റെ നായികയാണെന്നാണോ പറയാ? നായികയാണെന്ന് പറയുന്നത്. ശരിക്കും അതിൽ ഇന്ദിരേട്ടന്റെ ഇന്ദ്രജിത്തായിട്ട് എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ ഒന്നുമില്ല. ആ പടം ഉള്ളത് ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ആ ഫോട്ടോ ഇങ്ങനെ വാളില് രണ്ടുപേരുടെയും വെഡിങ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ മമ്മൂക്കയുടെ നായിക കഥ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും നമുക്ക് കാണുന്നത് കൂടുതലും മമ്മൂക്കയായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ്. ഓക്കെ, എന്തായാലും ഒരുപാട് മെമ്മറീസ് ആണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച ഒരുപാട് മെമ്മറീസ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സാഹസത്തിലെത്തി നിൽക്കുകയാണ്. ഓണം വരുന്നു, ഭയങ്കര 8-ാം തീയതിയാണ് അതിന്റെ റിലീസ്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് റിലീസ്. ഭയങ്കര ആഘോഷമായിട്ട് തന്നെയാണ് ഇപ്പം എല്ലാം. ഓരോ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പാട്ടടക്കം ഇപ്പോൾ വൺ ട്രെൻഡിങ്ങിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ എന്തായാലും ഡാൻസ് ഒരെണ്ണം ചെയ്യണം എൻ്റെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമയ്ക്കും എന്താ പറയാം. അപ്പം ശ്രീയോടും വളരെ താങ്ക് യു. ഇറ്റ്സ് എ വെരി കാഷ്വൽ, വെരി ഫ്രണ്ട്ലി ഇന്റർവ്യൂ. ഒരു ഇതില്ലാതെ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് സ്പേസ്. ഈ സിനിമയ്ക്കും അതുപോലെ തന്നെ ഇനി തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും എല്ലാത്തിലും കാണാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.